നമസ്കാരം, ഫണ്ണി ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ചെറുനാരങ്ങ അഥവാ ലെമണിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ചെറുനാരങ്ങയെ കുറിച്ച് നമുക്ക് നോക്കാം. ദഹനക്കേട് മാറ്റുന്നതിന് വൈറ്റമിൻ സി ചെറുനാരങ്ങയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇടയാകുന്നു. വൃക്കയിലെ കല്ല് തടയുന്നതിനും നാരങ്ങ മികച്ചതാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതിനൊപ്പം തന്നെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ദിവസവും ഒരു നാരങ്ങ വീതമെങ്കിലും ഉപയോഗിക്കുന്നത് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യും. നാരങ്ങയുടെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ലെമൺ അതൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ദഹനക്കേട്, നാരങ്ങ നീര് ദഹനക്കേടിന്, മലബന്ധത്തിന് എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു. നാരങ്ങ നീര് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൽ നമ്മൾ നാരങ്ങയുടെ അംശമൊക്കെ ഉൾപ്പെടുത്തുന്നതിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ നാരങ്ങ അച്ചാറൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലർക്ക് മിക്ക ആസിഡിറ്റി അതുപോലത്തെയുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം നാരങ്ങ അച്ചാറ് അതുപോലത്തെയുള്ള നാരങ്ങയുടെ നീര് ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഫുഡിനകത്ത് ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന വയറിളക്കം, മലബന്ധം അതുപോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു റെമഡി കണ്ടെത്താതെ തന്നെ പരിഹാരം ഉണ്ടാവുന്നതാണ്. രോഗപ്രതിരോധ ശേഷി, വിറ്റാമിൻ സി ധാരാളമായി നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ നമുക്ക് ജലദോഷം, പനി എന്നിവ ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കുറവാണ്. അപ്പം രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുന്നു നാരങ്ങ ഉപയോഗിക്കുന്നത് മൂലം. കിഡ്നി സ്റ്റോൺ, സിട്രേറ്റ് ഉയർന്ന അളവിൽ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നു. ഇതുമൂലം വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകുന്നത് തടയാൻ നാരങ്ങയുടെ പതിവ് ഉപയോഗം നമുക്ക് ഇടയാക്കുന്നു. നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയും നാരങ്ങയ്ക്കകത്ത് സിട്രിക് ആസിഡൊക്കെ അടങ്ങിയിരിക്കുന്നത് കാരണം ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ഉപയോഗിക്കാനൊക്കത്തില്ല, വലിയവർക്കായാലും ഒക്കത്തില്ല എന്ന് പറയും. അപ്പം നമുക്ക് നോർമലായിട്ട് നമ്മളെ ആൾക്കാർക്ക് ഒന്നും ചെക്കപ്പ് ഒന്നും നമ്മൾ ഡെയിലി അല്ലെങ്കിൽ മാസത്തിലൊന്നും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെക്കപ്പ് ഒന്നും നടത്തുന്നവരാരും കാണത്തില്ല. അപ്പം നമ്മുടെ ശരീരത്തിലെ ബോഡിയിൽ പല രീതിയിലുള്ള ശാരീരിക അവസ്ഥയിലിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് നാരങ്ങയുടെ ഉപയോഗവും അത് കൺട്രോളിൽ വെച്ച് വേണം ആയിരിക്കാൻ. ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അത് രാവിലെ വെറും വയറ്റിൽ അത് ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ രീതിയിലോ അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ രീതിയിലോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയതൊരു വെയിറ്റ് ലോസിന് വേണ്ടി ഇടയാക്കുന്നു. കൂടാതെ ഭക്ഷണമായോ അല്ലെങ്കിൽ പുറമേ പുരട്ടാനായിട്ടുള്ള ഡിയോഡ്രൻറ്റിൻ്റെ രൂപത്തിൽ ഷാമ്പു, സോപ്പ് ഇതിൻ്റെ എല്ലാത്തിലും നാരങ്ങ ഉൾപ്പെടുത്തുന്നുണ്ട്. കൂടാതെ നമുക്ക് വൈറ്റമിൻ സി കൂടാതെ വേറെ പല ഘടകങ്ങളും ഈ നമ്മുടെ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ B6 അടങ്ങിയിട്ടുണ്ട്, സിങ്ക്, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നാരങ്ങയെ ഉപയോഗിക്കുന്ന മൂലം ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. കൂടാതെ ഇനിയും പനി, ചുമ, വിളർച്ച, നീർവീർച്ച മുതലായവയെ ഇല്ലാതാക്കുന്നു. വയറിളക്കത്തിന് കട്ടൻ ചായയിൽ നാരങ്ങാനീര് പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ല രീതിയിൽ ഗുണം ചെയ്യാറുണ്ട്. ഈ ഒരു രീതി നമ്മളെല്ലാവരുടെയും മിക്കവരുടെയും വീടുകളിലൊക്കെ ചെയ്തു വരുന്നൊരു പ്രവണതയാണ്. എല്ലാവർക്കും വയറിളക്കം വരുന്ന സമയത്ത് ഈ കട്ടൻ ചായയിൽ നാരങ്ങാനീര് പിഴിഞ്ഞ് കുടിക്കുന്നത് അതൊരുവിധം ഈ വയറിളക്കത്തിന് ശമനം ഉണ്ടാക്കുന്നതാണ്. കൂടാതെ ദഹനം വളരെ നല്ല രീതിയിൽ നടക്കുന്നതിന് ചെറുനാരങ്ങ ഉപയോഗിക്കാറുണ്ട്. ത്വക്കിൻ്റെ ക്വാളിറ്റി അതായത് ഗുണം, ഷൈനിങ്ങിന്, തിളക്കം അഥവാ മിനുസം നമ്മുടെ സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുവാൻ വേണ്ടി ഈ നാരങ്ങ ഉപയോഗിക്കാറുണ്ട്. ചുളിവുകൾ നേരെയാവാൻ, മുഖക്കുരുവിന് വളരെയധികം പ്രത്യേകിച്ചും നാരങ്ങ ഉപയോഗിക്കുന്നത് മൂലം നല്ലതാണ്. അസ്ഥികൾക്ക്, മുടിയിഴകൾക്ക് ആരോഗ്യകരമാക്കുവാൻ വേണ്ടി, കണ്ണിന് മുതലായവയ്ക്കെല്ലാം നമ്മൾ നാരങ്ങ ഉപയോഗിക്കുന്ന ഒരു മുതൽകൂട്ടാണ്. കൂടാതെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാൻ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന നാരങ്ങയ്ക്ക് വളരെയധികം കഴിയുന്നു. അകമയുള്ള ഗുണങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പുറമെയുള്ള ഗുണങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. മുടിയിൽ കെരാറ്റിൻ എന്ന് പറയുന്ന ലെയറുണ്ട് നമ്മുടെ ഈ തലമുടിയിൽ. അതിന് കോട്ട സംഭവിക്കുകയും മുടി ഡ്രൈ ആകുവാൻ ഇടയാകാറുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് മുടിയുടെ തുമ്പ് വിണ്ട് കീറുന്നുണ്ട്, മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നോർമലായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് സംഭവിക്കാറുണ്ട്. ഇതുമൂലം ഞാനിപ്പോൾ പറഞ്ഞാൽ മുടി പൊട്ടിപ്പോവാൻ, അറ്റം പിളരുന്നതിനൊക്കെ ഇടയാകുന്നു.
ഈ മുതലായവയ്ക്കൊക്കെ ഈ നാരങ്ങ, ചെറുനാരങ്ങ അതുപോലെയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും കൂടെ ഡൈല്യൂട്ട് ചെയ്ത്, നമുക്ക് ഈ തലമുടിയുടെ കാര്യത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അപ്പം നമ്മൾ ആലോചിക്കും എന്തോത്തിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഇത് നാരങ്ങ പുരട്ടാമെന്ന്. ചിലർ നമ്മുടെ പ്രായമായവർ ഡൈ ഉപയോഗിക്കാറുണ്ട്. ഇല്ല, ഡയറക്റ്റ് ഒരിക്കലും ഉപയോഗിക്കരുത്. ഡൈയുടെ രൂപത്തിലോ ഇല്ലെങ്കിൽ ഷാമ്പൂവിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കണം. മുടിയുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ നാരങ്ങ. അടുത്തത് സ്കിന്നിലാണ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി നമ്മൾ കാണുന്നത് മുഖക്കുരുവിനൊക്കെ ഇത് വളരെ നന്നായിട്ട് ഉപയോഗപ്രദമാണ്. എല്ലാവരും ചെയ്യുന്നത് നാരങ്ങ മുറിഞ്ഞ് ഡയറക്റ്റ് മുടിയിലേക്ക് തേക്കുന്നതാണ്. എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം മുടിയിലോട്ട് നേരിട്ട് നാരങ്ങയുടെ നീര് ഒരിക്കലും പുരട്ടരുത്. പിന്നെ കൂടാതെ നമ്മുടെ സ്കിന്നിൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിനകത്ത് സ്കിന്നിനകത്ത് ഈ ഡ്രൈനെസ് ആയിട്ട് ഈ ചിലരുടെ ഈ വരണ്ട ചർമ്മമാണ്, മുഖത്തൊക്കെ ഈ തണുപ്പ സമയത്തൊക്കെ കാലൊക്കെ ഈ വിണ്ട് കീറാനായിട്ടൊക്കെ സാധ്യതയുള്ളതൊക്കെയുണ്ട്. അപ്പോൾ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ഇളകി പോകാനൊക്കെ ഇടയാകുന്ന അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. നാരങ്ങ നീര് എടുത്ത് കുറച്ച് റോസ് വാട്ടറിൻ്റെയോ അല്ലെങ്കിൽ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തോ വേണം സ്കിന്നിൽ പുരട്ടാൻ. പിന്നെ വെയിൽ കൊള്ളാനായിട്ട് പാടില്ല. ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഈ നാരങ്ങ നീര് പുരട്ടി കഴിഞ്ഞിട്ട് ഈ വെയിൽ കൊള്ളാനായിട്ട്, അതില്ലെങ്കിൽ ഇതൊന്ന് കഴുകി കളയുന്നിടം വരെ, അല്ലെങ്കിൽ നമുക്കൊന്ന് മുഖത്ത് പറ്റി പിടിക്കുന്നിടം വരെ ഒന്ന് വെയിലൊന്നും കൊള്ളാനായിട്ട് പാടില്ല. കാരണം ഈ സെൻസിറ്റീവ് സ്കിന്നായവർക്ക് ഈ നാരങ്ങാനീര് പുരട്ടിയതിന് ശേഷം വെയിൽ കൊണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്താ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകാനായിട്ട് ഇടയാകും. ചെറുനാരങ്ങ കടിച്ചു കഴിഞ്ഞാലോ നീര് കുടിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ വാ കഴുകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ നാരങ്ങ നീരോ ചിലപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, കോൺസെൻട്രേറ്റഡ് ആയ നാരങ്ങയാണ് കഴിക്കുന്നതെങ്കിൽ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുന്നു. വയറ്റിൽ പുണ്ണ്, പുളിച്ചത് കെട്ടൽ മുതലായവ ഉള്ളവർക്ക് നാരങ്ങ കഴിക്കുന്നത് ഒരു ഗുണം ചെയ്യും. അപ്പോൾ മുതലായവയാണ് നാരങ്ങയെക്കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക. കൂടാതെ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു സോ മച്ച്.